السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله المولان العلي العظيم. ബഹുമാനികളെ, ഞങ്ങൾ മനുഷ്യരാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ആ അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ തന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പല ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിച്ചൊരു വിഷയമാണ്, നിങ്ങളെ ഞങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അയച്ചത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ അതേ ഖൗഫ് കൊണ്ടും വിശപ്പ് കൊണ്ടും അതേപോലെ തന്നെ സമ്പത്തുകളെ ചുരുക്കൽ കൊണ്ടും നഫ്സുകളെ കൊണ്ടും മാലുകളെ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കാം. ആ സമയത്തെല്ലാം നിങ്ങൾ റബ്ബിനെ ഓർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ലോകത്ത് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് പകരം നിങ്ങൾ എനിക്ക് ശുക്റുകൾ ധാരാളം വർദ്ധിപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ഇബ്രാഹിം സൂറത്തിലെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന വഇതഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വഇതഅദ്ദന റബ്ബുകും, നിങ്ങളെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ വാഗ്ദാനം അവിടെ താക്കീത് അറിയിക്കുകയാണ്. അതേ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്കതാ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തവനാണ് ഞാൻ. നിങ്ങൾ ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങൾ ചെയ്തവനാണ് ഞാൻ. നിങ്ങൾക്ക് ശ്വസിക്കാൻ അതേ വായ തന്നു, നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്നു, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി തന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കും, നിങ്ങൾക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയെ ഞാൻ എളുപ്പമാക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതേ അവസാനം പഠിപ്പിക്കുന്നു, വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങളെങ്ങാനും ഞാൻ തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ധാരാളം ഉപയോഗിച്ചല്ലോ, പക്ഷേ നിങ്ങൾ നന്ദികേട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ വളരെ കഠിനമാണ്, എൻ്റെ ശിക്ഷ വളരെ ശദീദാണ്. ആ ശിക്ഷയെ നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ വഇതഅദ്ദന, ആ തഅദ്ദന എന്നുള്ള ലഫ്ദിനിക്ക് ഇമാം റാസി തങ്ങൾ മഅന വെച്ചത് അലമ വഅദഹു. അതേ അല്ലാഹു അവിടുന്ന് അറിയിക്കുകയാണ്, അവിടുന്ന് താക്കീത് നൽകുകയാണ്. അതേ ലഇൻ ശകർതും ലഅസീദന്നകും. ഈ ആയത്ത് തദ്കീറും ബിനഅമില്ലാഹി അലാ ബനി ഇസ്രായീല ബഅദ ഇൻഖാദിഹിം മിൻ ഫിർഔന. അതേ ഫിർഔനിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ആ ഖൗമ രക്ഷപ്പെട്ടതിന് ശേഷം, ആ ബനു ഇസ്രായേൽ രക്ഷപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ നിഅമത്തുകളെ ഓർക്കാൻ വേണ്ടിയാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇബ്നു കസീർ തങ്ങൾ പഠിപ്പിക്കുന്നു, അശ്ശുക്റു സബബുൽ ലിദവാമിൽ മുൻഇമി വസിയാദാതിഹാ. അതേ അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബിനെ ആ അനുഗ്രഹങ്ങളെ ദായിമാക്കാൻ വേണ്ടിയും സായിദയാക്കാൻ വേണ്ടിയാണ് ഈ ശുക്ർ സബബായിട്ട് നൽകിയിട്ടുള്ളതെന്ന് ഇമാം ഇബ്നു കസീർ തങ്ങൾ പഠിപ്പിക്കുന്നു. അതേ വഷ്കുറു ഇലാഹക കുല്ലമാനിൽ തദ്ദിദാ നജിദു സിയാദാതില്ലതി തഹ്സുദു. നിങ്ങൾ നിന്റെ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ധാരാളം ശുക്ർ ചെയ്യുക. അവൻ ധാരാളം അനുഗ്രഹം നൽകിയവനാണ്. എങ്കിലേ നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം തൃപ്തികളെ, ധാരാളം അനുഗ്രഹങ്ങളെ വീണ്ടും വീണ്ടും അല്ലാഹു നൽകുമെന്ന് ഇവിടെ നീ ബൈത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വല്ലാഹു യർഫഉ മൻ യശാഉ ബിഫദ്ലിഹി, അവന്റെ ഫദ്ല് കൊണ്ട്, അവന്റെ
മഹദ് ഫദല് കൊണ്ട് അവൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് അവൻ ദറജ ഉയർത്തുന്നു ശുക്ർ ചെയ്ത ആൾക്കെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിലൂടെ ഇമാം റാസി തങ്ങൾ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇമാം റാസി തങ്ങൾ തുടർന്ന് പറയുകയാണ്, മനിസ്തഗല ബിശുക്രി നിഅമില്ലാഹി സാദഹുല്ലാഹു മിൻ നിഅമിഹി. അതെ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ ശുക്ർ കൊണ്ട് ആരെങ്കിലും ശുഗൂലായാൽ സാദഹുല്ലാഹു മിൻ നിഅമിഹി, അവന്റെ നിഅമത്തുകളെ റബ്ബ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ധാരാളം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അതെ, അവിടത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ധാരാളം കരയുകയാണ്, പൊട്ടി കരയുന്നു. ഹബീബായ തങ്ങളോട് പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, തങ്ങളെ ഒരു തെറ്റും ചെയ്യാതെ തങ്ങൾ എന്തിനാണ് കരയുന്നത്? തങ്ങൾ അസ്റഫുൽ ഖൽഖാണ്, തങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനതാ നന്ദിയുള്ള അടിമയാകേണ്ടയോ ആയിഷ എന്നായിരുന്നു മറുപടി. പ്രിയമുള്ളവരെ, ഇതാണ് അത്രയും ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ധാരാളം ശുക്ർ ചെയ്തിട്ടുണ്ട്, റബ്ബിനെ ഓർത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളും ജീവിക്കേണ്ടതെന്ന് ഇതിലൂടെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ആയത്തിന്റെ ഇസ്തിദ്ലാലായിട്ട് ഇമാം ത്വബറാനി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അന്ന ശുക്റൽ മുൻഇമി വാജിബുൻ. ഈ ഉസൂലിയായ ഖായിദ ജംഇലും ഞങ്ങൾ പഠിച്ചവരാണ്. അന്ന ശുക്റൽ മുൻഇമി വാജിബുൻ, അതേ, അനുഗ്രഹം ചെയ്ത റബ്ബിന് ശുക്ർ ചെയ്യൽ വാജിബാണ്. ഈ ഉസൂലായ ഖായിദയെ അജ്മഅ അലൈഹി സുന്നിയൂന വൽ മുഅ്തസിലതു, അതേ, സുന്നി വിഭാഗവും മുഅ്തസിലിയാക്കളും ഇതിനെ ഏകോപിച്ചിരിക്കുന്നു. കാരണം അതേ ശുക്ർ എന്നുള്ളത് അത് റബ്ബിന്റെ റിളയാണ്. ആ റിളക്ക് പകരം നമ്മൾ ധാരാളം ശുക്ർ ചെയ്യണമെന്ന് ഇതിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ഞങ്ങൾ ധാരാളം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അതേ, മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം. മാതാപിതാക്കളെ വിട്ടുപോകുന്ന കാലമാണ്. അങ്ങനെ മാതാപിതാക്കളോടും കുടുംബങ്ങളോടും ഞങ്ങൾ നല്ല നിലയിൽ വർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.